The settlement is done in the court, in front of the judge. And the reporter channel ஒரு மொட்டை மண்டையா இருக்கான். மொட்டை தர அவன் பேர் என்ன? அருணா. மொட்டை மண்டைய அருண், நீ காரணமான இத்தனையும் பிரச்சனை ஆகுது எന്റെ കുടുംബത്തിൽ. ഒരു ബോധം വേണ്ടേ നിങ്ങൾക്ക്? റിപ്പോർട്ടേഴ്സ് ആണ്. ഒരു ബോധം വേണ്ട. നിങ്ങൾക്ക് അറിവില്ലേ? അറിവ് വേണ്ടേ? കുറച്ച് ദിവസമായിട്ട് ബാലയുടെയും ഈ അമൃതയുടെയും ഇഷ്യൂസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ബാല അമൃതയുടെ പേരൊന്നും വന്ന് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. ഒന്നാമത്തെ ഒരു കാര്യം, കോടതിയിലിരിക്കുന്ന ഒരു കേസാണ്. വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാതെ ഇനി സോഷ്യൽ മീഡിയയിൽ ഈ അമൃതയുടെ പേരോ കാര്യങ്ങളോ അല്ലെങ്കിൽ അമൃതയിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രവർത്തികളും ബാലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുതെന്നൊക്കെ കോടതി ഓർഡറൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ബാല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി വിഷയത്തിലോട്ട് വരാം. ബാല പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷത്തിന് മുന്നേ തീരേണ്ട കേസ് പിന്നെയും എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുവാണ്, നെഗോസിയേഷൻ നടത്തുന്നു, എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്താണ് ആ ഒരു കേസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ബാലയുടെ പേരിൽ ഇവർ ഓൾറെഡി ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കൊച്ചിൻ്റെ ഇൻഷുറൻസിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട്. ഇയാൾ ഫോർജറി ചെയ്തതിനെ പറ്റിയിട്ടൊക്കെ വ്യക്തമായിട്ടുള്ള തെളിവ് ഉൾപ്പെടെ എടുത്ത് വെച്ചിട്ടാണ് അവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും പോരാത്തതിന് ഇത് റിപ്പോർട്ടർ TV-ക്കകത്ത് ഉൾപ്പെടെ എല്ലാ ചാനലുകളിലും ഇത് വന്നതായിരുന്നു. അതും പോരാത്തതിന് മെയിൻ സ്ട്രീം ചാനലിനകത്തെല്ലാം ഈ ഒരു വാർത്ത വന്നതായിരുന്നു. അപ്പം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെയും കോടതി ബാലയെ വിളിപ്പിച്ചിരിക്കുന്നതും ആ ഒരു കേസിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനെന്തിനാണ് പിന്നെയും ആ ഒരു ഫാമിലിയെ പിന്നെയും വന്നിരുന്ന് ഈ കുത്തി സംസാരിക്കുന്നത്? പിന്നെയും നിങ്ങളൊരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കേണ്ട കാര്യം എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോവുകയാണ്, അവരവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അനാവശ്യമായിട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടാവുമെന്നാണോ ബാലയുടെ വിചാരം? എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ബാലയുടെ വീഡിയോ ഒന്ന് കാണാം. 2 വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. സന്തോഷ വാർത്ത. ഇന്ന് കേസ് ഉണ്ടായിരുന്നു, ഇന്നില്ല. 4 ട്യൂസ്ഡേ 2-ാം തീയതി കേസ് വിളിച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് നോ നെഗോസിയേഷൻ. ഇത് 10 വർഷം മുമ്പ് തീർന്ന ഒരു കാര്യം. 10 കൊല്ലം മുമ്പ് തീർന്ന കാര്യം. അപ്പോൾ എല്ലാവരും இந்த യൂട്യൂബേഴ്സ് ചില പൊരിക്കിങ്ങളാ இருக்காங்கல்ல, அவனுங்க எல்லாரும் പറയുന്നു നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു, അറിവ് കെട്ടവങ്ങളാ. The settlement is done in the court, in front of the judge. ചെക്കില്ല, DD കൊടുക്കണം. ഇവിടെ ഈ അറിവുകെട്ട പൊറുക്കികൾ എന്നൊക്കെ വന്നിരുന്ന ഈ യൂട്യൂബേഴ്സിനെ വിളിക്കുമ്പോൾ ആരാണ് അറിവുകെട്ട പൊറുക്കിയെന്ന് ഇവിടെ സമൂഹം മുഴുവനും മനസ്സിലാക്കിയാണ്. അതുകൊണ്ട് അത് വിട്. ഇനി ഇതിനകത്ത് നിങ്ങൾ പറയുന്ന കോർട്ടിൻ്റെ മുന്നിൽ വെച്ചിട്ട് നമ്മളെല്ലാം സെറ്റിൽമെൻറ്റ് ചെയ്തതാണ്, അതാണ് ഇതാണെന്നൊക്കെ. ശരി, നിങ്ങൾ അങ്ങനെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത്, പിന്നെ ആ കൊച്ചിൻ്റെ പേരിലുള്ള ഇൻഷുറൻസിൻ്റെ വിഷയം എന്താണ് നിങ്ങൾ സംസാരിക്കാത്തത്? കൊച്ചിൻ്റെ അവകാശമല്ലേ? അമ്മയുമായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞു, പക്ഷേ മക്കൾക്ക് കൊടുക്കാനുള്ളൊരു സാധനം കൊടുക്കണ്ടേ? അതല്ലേ? പോരാത്തതിന് ആ കുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല. അതല്ലാത്തടത്തോളം കാലം നിങ്ങൾ ചിലവിനും കൊടുക്കണം, നിങ്ങൾ ആ കൊച്ചിന് അവകാശപ്പെട്ട സ്വത്തുക്കളും കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു നിയമമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അല്ലാതെ അതിനകത്തും പിന്നെയും ഉടായ്പ് കാണിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവുമില്ല. നിങ്ങളിടയ്ക്ക് വെച്ചിട്ട് ഏതോ മീഡിയക്കാരുടെ മുന്നിൽ വെച്ചിട്ട് കോകിലയുടെ ബർത്ത്ഡേയുടെ അന്ന് എൻ്റെ സ്വത്തുക്കൾ മൊത്തം ഞാൻ കോകിലേക്ക് കൊടുത്തു, എൻ്റെ പേരിൽ ഇനി ഒന്നുമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുന്നു. അതായത് നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങളുടെ ചോരയിൽ പറഞ്ഞ ആ കുട്ടിക്ക് പോലും നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള പോക്കൃത്തരങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊക്കെ അത് ചിന്തിക്കാന്നേ ഉള്ളൂ. അതായത് ഒറിജിനലായിട്ടുള്ള ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മക്കൾക്കോ അത് കൊടുക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ആരായാലും ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികളെ ചെയ്യത്തുള്ളൂ. എന്തായാലും ബാക്കിയോടെ പറ. കഴിഞ്ഞു എന്നിട്ടും കൊടുക്കാൻ പോയപ്പോഴാണ് ഇത്രയും പ്രശ്നം വന്നത്. അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്. 100 പേരില്ലെങ്കിൽ ഒരു 10 പേരെങ്കിലും എന്നെ വിശ്വസിക്കില്ലേ? 4ാം കേസ്. സന്തോഷ വാർത്ത. 4 എനിക്ക് നിയമം കിട്ടണം. 4 എനിക്ക് നിയമം കിട്ടിയിരിക്കണം. ഈ കേരളത്തിൽ എനിക്ക് കിട്ടിയിരിക്കണം. കോർട്ട് പറയണം. നാളെ എനിക്ക് നിയമം കിട്ടിയിരിക്കണം, നീതി കിട്ടണമെന്നൊക്കെ പബ്ലിക്കിൽ വന്നിരുന്ന് വിളിച്ചു പറഞ്ഞിട്ടല്ല കാര്യം. ജഡ്ജിക്കും കൂടെ തോന്നണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി കിട്ടുന്നതായിരിക്കും. ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങളുടെ 2ാം ഭാര്യ എങ്ങാണ്ട് വന്നിട്ട് കുറച്ച് കേസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേരിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ? അവരും എന്താ കൊടുത്തത്? അവരും നിങ്ങളിൽ നിന്ന്
മാനസിക ബുദ്ധിമുട്ട് നേരിട്ടതിൻ്റെ പേരിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയും പിന്നെ അവർ കേസുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത്. ഇത് നിങ്ങളുടെ മകൾക്ക് അവകാശപ്പെട്ടൊരു വിഷയത്തെ പറ്റിയിട്ടാണ് നിങ്ങൾ വന്നിരുന്ന് പിന്നെയും അടുത്തൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, അമൃതയോ അമൃതയുടെ ലോയറോ ഒന്നും ഈ പറയുന്ന ബാലയെ വിളിച്ചിട്ടില്ല. അവരുടെ അറിവോടെ കൂടിയിട്ടും അല്ല. ഇത് ഓൾറെഡി കൊടുത്ത കേസിന് അത് സമയമാകുമ്പോൾ അത് കോടതി വിളിപ്പിക്കും. അതിപ്പം ബാക്കിയുള്ളവരുടെ തലയിലോട്ട് കയറിയിട്ട് കാര്യമില്ല. എല്ലാവർക്കും നമസ്കാരം. അന്നേ പറഞ്ഞു 27-ാം തീയതി പിറന്നനാൾ അന്ന് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞു. നാളെ 2-ാം തീയതി കേസുണ്ട് അല്ലേ? ആമാ, டார்ச்சர் பண்றாங்க. കോടതി നിങ്ങളെ വിളിപ്പിച്ചതിന് നിങ്ങൾ ടോർച്ചർ ചെയ്യുകയാണെന്നുള്ള രീതിയിൽ വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അത് കോടതിയെ തന്നെ അപമാനിക്കുന്ന പരിപാടിയല്ലേ? ഇനി ഇതും പോരാത്തതിന് ഈ അമൃതയിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിൽ, അതായത് ആ ഒരാളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി അങ്ങനെ സംസാരിച്ചുകൂടാ. മനസ്സിലായില്ല? പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ഇൻഡയറക്ട്ലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അത് കേസെടുക്കാൻ പറ്റും. എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. என் தம்பி தான் அனுப்பு. இதுக்கு முன்பு ஒண்ணுமே வேண்டான்னு പറഞ്ഞ ആളുകൾ, ഒന്നുമേ വേണ്ടാന്ന് മീഡിയ മുമ്പ് അഭിനയിച്ച് കരഞ്ഞ് ഓക്കെ, ഒന്നുമേ വേണ്ട എന്ന് പറഞ്ഞത് ആരാണ്? അമൃതയ്ക്ക് ഒന്നും വേണ്ട എന്ന് പറയുമായിരിക്കും. പക്ഷെ നിങ്ങളിൽ പിറന്ന മകളല്ലേ അത്? പാപ്പുവിനുള്ള ഒരു അവകാശം നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു 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 ബേസിക് ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? ആരായാലും ഇപ്പോൾ ഏത് തന്തമാരായിക്കോട്ടെ അല്ലെങ്കിൽ അമ്മമാരായിക്കോട്ടെ, മക്കൾക്ക് അവകാശമുള്ളൊരു സാധനം കൊടുക്കുന്നതിനകത്ത് ഇവിടെ ഒരു തെറ്റുമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ നാഴിക്ക് 40 തൊട്ട് എൻ്റെ മകളാണ്, എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കളയും, എൻ്റെ മകളാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഇപ്പം ഇങ്ങനൊരു വിഷയങ്ങൾ വരുമ്പോൾ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നതിനകത്ത് വലിയ അതിശയമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. കാര്യം പുള്ളിയുടെ ക്യാരക്ടർ എന്താണോ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ്. അഭിനയിച്ച് കരഞ്ഞ ആളുകൾ എന്നെ വിളിച്ച് വരുത്തി വയ്യാതിരിക്കുന്ന സമയത്ത് അന്ന് നീ വന്നല്ലേ, ഇവ വന്നിരുന്നു അല്ലേ? 10-ാം തീയതിയാ 9-ാം തീയതിയാ? ആമാ, പോന്നു. ഞങ്ങൾ അവിടെ ഇരുത്തി വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസ് ഒന്നും അതെല്ലാം പോട്ടെ. പിന്നെ ഫോൺ കോളിൽ വിളിച്ച് നെഗോസിയേഷൻ നടത്തുന്നുണ്ട്. കേരളത്തിലുള്ള എല്ലായിടത്തും ഒരു ചോദ്യം ചോദിക്കാണ്, ഞാൻ എത്ര പേർക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? എനിക്കറിഞ്ഞോടാ എന്ത് ചെയ്യണമെന്ന്, എനിക്കറിഞ്ഞോടാ, ഞാൻ അത്രയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടില്ല ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചാരിറ്റിയൊക്കെ ചെയ്യുന്നത് അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ അവരോട് കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ, അതെന്താ നിങ്ങൾ ആ കൊച്ചിനോടെങ്കിൽ കാണിക്കാത്തത്? നിങ്ങൾക്കത് കൊടുത്തങ്ങ് സെറ്റിൽ ചെയ്തുകൂടെ? നിങ്ങൾ എല്ലായിടത്തും ഓടി നടന്ന് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. എങ്കിൽ പിന്നെ ആ കൊച്ചിൻ്റെ പേരിലുള്ള സാധനങ്ങൾക്ക് എന്തിനാ പോയി നിങ്ങൾ ഈ അനാവശ്യമായിട്ടൊക്കെ ഓരോ പരിപാടികൾ കാണിക്കുന്നത്? അതിൻ്റെ പേരിലല്ലേ ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ വന്നത്. ഇപ്പം അവർ പറഞ്ഞ കറക്റ്റാണ്, നിങ്ങളുടെ ഒന്നും വേണ്ട. പക്ഷെ എന്നാലും ആ കുട്ടിക്കുള്ളൊരു അവകാശം കൊടുക്കുന്നതിനകത്ത് എനിക്ക് വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. ഞാനതുകൊണ്ട് അവരുടെ ഫാമിലിയെ ഞാൻ കുറ്റപ്പെടുത്താനും പോകുന്നില്ല. ഈ പറയുന്ന അമൃത ആയിക്കോട്ടെ ബാക്കിയുള്ളവരായിക്കോട്ടെ, അവരൊക്കെ ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് നേരിട്ടതിൻ്റെ പേരിലാണ് അവരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളൊക്കെ പറ്റി പറഞ്ഞതല്ല. ഞങ്ങളാരും പറഞ്ഞുണ്ടാക്കിയൊന്നുമല്ല. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. അത്രയും കൊടുത്തിരിക്കാൻ ഇപ്പവും 2 ലക്ഷം രൂപ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് കോടതിയില് പറയുന്നു. அந்த ரிப்போர்ட்டர் சேனல்ல ஒரு மொட்டை மண்டைய இருக்கான். மொட்டத்தன அவன் பேர் என்ன? அருணா? മൊട്ട മണ്ടേ അരുൺ, നീ കാരണമാണ് ഇത്രയും പ്രശ്നമായത് എന്റെ കുടുംബത്തിൽ. അത് ശരി, റിപ്പോർട്ടർ ടി വിയിൽ അരുൺകുമാർ കാരണമാണ് ഇവരുടെ കുടുംബജീവിതം തകർന്നത്. ഇനി അടുത്ത പരിപാടിയും കൂടെ കൊണ്ടുവരിക. എനിക്കിതൊന്നും ഒന്നും പറയാൻ വയ്യ കേട്ടോ. ഈ പുള്ളി ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാവും? എനിക്കറിയത്തില്ല. പുള്ളി മേ ബി ഇനി വീണ്ടും ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുവാണോ? എന്ത് അടിസ്ഥാനത്തില് എന്നെ നീ വിളിച്ചു? എന്ത് അറിയാം നിനക്ക്? അരുണേ, മൊട്ടത്തന്നെ നീ മണ്ടയിലും ഒന്നുമില്ല അകത്തും ഒന്നുമില്ല. എന്ത് അടിസ്ഥാനത്തിൽ വിളിച്ചു എന്നെ? 15 ലക്ഷം രൂപ ഞാൻ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾ ന്യൂസ് ഇടും? അപ്പടിയാ ആണോ? അവിടെ നിന്ന് തുടങ്ങിയതാ ഈ പ്രശ്നം. ഇത് എങ്ങനെ, എന്ത് അടിസ്ഥാനം? உங்களுக்கு ரெக்கார்ட்ஸ் இருக்கணும்.
ரெக்கார்ட்ஸ் இல்லாம ஒரு சேட்டலைட் சேனல் ரிப்போர்ட்டர் சேனல் எப்படி எங்க நீங்க அது பாருங்க. இஃப் யூ டேர் கம் இன் லைவ் எங்கிட்ட பேசு, லைவ்ல பேசு. அருண் அருண் தானே அவன் பேரு, மொட்டையா இருப்பான் அருண். லைவ்ல பேசு. என் குடும்பம் எவ்வளவு കഷ്ടപ്പെടുது മനസ്സിലാവുന്നുണ്ടോ? റിപ്പോർട്ടർ ടി വിക്ക് കിട്ടിയ വാർത്തയാണ് അവർ വിളിച്ച് പറഞ്ഞത്, മനസ്സിലായോ? ആ കൊച്ചിൻ്റെ പേരിൽ എങ്ങാണ്ട് 20 ലക്ഷം രൂപയുടെ പ്രീമിയം എങ്ങാണ്ട് ആടുന്നെന്നാണ് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ. കുറേ നാളുകൾക്ക് മുന്നേ ചെയ്ത വീഡിയോ ആയതുകൊണ്ട് എനിക്ക് അത്ര വ്യക്തതയില്ല. പക്ഷേ അതിനകത്തങ്ങാണ്ട് കുറച്ച് പൈസ എങ്ങാണ്ട് മാത്രമേ അടച്ചിട്ടുള്ളൂ. അടച്ചിട്ട് പിന്നെ അതിനകത്ത് എന്തോ ഉടായ്പ കാണിച്ചിട്ട് ആ പൈസ എടുക്കാൻ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. അത് വിശദമായിട്ട് മേ ബി ഇനി അവരുടെ ഭാഗത്ത് എക്സ്പ്ലനേഷൻ വരുമായിരിക്കും, എനിക്കറിയാൻ വയ്യ. എന്തായാലും എനിക്കറിയാവുന്നൊരു സംഭവം പുള്ളിക്കാരൻ അതിനകത്ത് ഉടായ്പ കാണിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് അവർ തെളിവുകൾ ഉൾപ്പെടെ എടുത്ത് വെച്ച് കാണിച്ചിട്ടുണ്ട്. അവരത് കോടതിയിൽ അവരതിനെപ്പറ്റി കേസും കൊടുത്തതുമാണ്. അതും കുട്ടിക്ക് കൊടുക്കാമെന്നും പറഞ്ഞൊരു സാധനമായിരുന്നു. അതിനകത്തായിരുന്നു ഈ പുള്ളിക്കാരൻ പിന്നെയും പോയിട്ട് ഉടായ്പ പരിപാടികൾ കാണിച്ചത്. എന്നിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ ബാല വന്നിരുന്ന് ഈ ചാനലുകളെ വന്നിരുന്ന് കുറ്റം പറയുകയാണ്. നീ പറഞ്ഞ ഒറ്റ ഒരു കള്ളത്തരം കൊണ്ട് ഒരു കുടുംബം നശിപ്പിക്കാനാണ്. പിന്നെ അവളുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. ആയിക്കോട്ടെ, ഞാൻ തെറ്റ് ചെയ്തില്ലെന്നുള്ള എല്ലാ എവിഡൻസും ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഇട്ടിരിക്കുന്ന FD ഡെപ്പോസിറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. കോടതിയെ എങ്ങനെ പറ്റിക്കാൻ പറ്റും? എങ്ങനെ പറ്റിക്കാൻ? നിങ്ങൾ മണ്ടന്മാരാണോ? കോടതി മുമ്പ് വെച്ചല്ലേ ഒപ്പിടുന്നത്, അവിടെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, കാശ് അവിടെ വെച്ചിട്ടല്ലേ കൊടുക്കുന്നത്, DD ആയിട്ട് കൊടുക്കുന്നത്. ഒരു ബോധം വേണ്ടേ? നിങ്ങൾക്ക് റിപ്പോർട്ടേഴ്സ് ആണോ? ഒരു ബോധം വേണ്ട? നിങ്ങൾക്ക് അറിവില്ലേ? അറിവ് വേണ്ടേ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇടേ അരുണെ എന്നെ വിളിക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് എന്തിനാ ഈ അനാവശ്യമായിട്ട് കുറേ സിനിമാ ഡയലോഗുമായിട്ടൊക്കെ വരുന്നത്? നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കോടതി അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ കേസ് എടുത്ത് കളയും. അത് തീർച്ചയായിട്ടും കളയും. പിന്നെയും കോടതി നിങ്ങളെ വിളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് ബോധം ഉണ്ടായതിൻ്റെ പേരിലല്ലേ നിങ്ങൾക്ക് ഇതേ കണക്കുള്ള അടിക്കടിക്ക് ഇങ്ങനെ പണികൾ കിട്ടുന്നത്. ഇത് പിന്നെയും വന്നിരുന്ന് മെഴുകുവാണ്. ഇത് പിന്നെയും സീൻ ക്രിയേറ്റ് ചെയ്യുക. ഇത് നോക്കിയാണ്, ഇത് ഇവിടെ കൊണ്ട് നിൽക്കത്തില്ല. ഇത് മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പോൺസ് വരും. ഇതിനെ ചൊല്ലിയിട്ട് പിന്നെയും സോഷ്യൽ മീഡിയയിൽ പിന്നെയും അടുത്തൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുവാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.